4th ഡേ ആണ്. നാളെയും കൂടി ഉള്ളൂ. ഇന്ന് മലാക്കയിലേക്ക് വേണം. മലാക്ക ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ അത് നോക്കാൻ മതി. നമ്മൾ പാസ് ചെയ്യണം യൂണിവേഴ്സിറ്റിൻ്റെ ഏരിയ കൂടിയാണ്. ഇവിടുത്തെ റോഡെല്ലാം വൺ വേ ആണ്, വൺ സൈഡാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അതുകൊണ്ട് തന്നെ ബ്ലോക്കുകൾ വളരെ കുറവാണ്. എവിടെ നിന്ന് വന്നിട്ട് കയറണം, നേരെ കണക്ട് ചെയ്ത് കയറണം മൺവരയൊക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകും. അതുകൊണ്ടൊരു ബ്ലോക്ക് ഭയങ്കര റയറാണ് ഇവിടെ. പിന്നെ തിരക്കുള്ള ദിവസങ്ങൾ മാത്രം ബ്ലോക്ക് ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലത്തെ ബ്ലോക്കുകൾ വളരെ കുറവാണ്. എന്താ ഭംഗിയല്ലേ മാഷ. ഒഴുകിയാണ് അങ്ങനെ പോകണം. സിറ്റിയുടെ നേരത്ത് നമ്മുടെ നാട്ടിലെ പോലെ 4 ലൈനാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ 4 ലൈൻ വന്നു തുടങ്ങി. ഈ ബസ് സിംഗപ്പൂരിലൂടെ ഡെയിലി 4 മണിക്കൂർ ഇവിടെ നിന്ന് സിംഗപ്പൂർ. ഡെയിലി ട്രിപ്പ് ഉണ്ടെന്ന് പറയുന്നത്. 4 hours 4 മണിക്കൂർ தானா? இப்போ மணி 9 மணி கிளம்பியிருக்கோம். 11 மணி 12 மணிக்கு சிங்கப்பூர் இருக்கும். 2 மணிக்கு சிங்கப்பூர். 2 മണിക്ക് സിംഗപ്പൂർ. 2 மணிக்கு. ഓ 2 മണിക്ക് സിംഗപ്പൂർ എത്തും. സിംഗപ്പൂർ 4 മണിക്ക് റിട്ടേൺ. രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും മലേഷ്യയിലെത്തും. കോലാലംപൂർ. ഇച്ചിരി മുട്ടിലെ പറഞ്ഞ ബസ് പോകണം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. റോഡിന്റെ അപ്പുറത്തുള്ള ഹോസ്റ്റലൊക്കെ തന്നെയാണ്. അതിലും അത്ര പ്രശ്നമില്ല. വാഴ എല്ലാം ഉണ്ട്. വേറെ റോഡിലോട്ട് കയറണേ കാണാൻ ഹൈവേ. പുതിയ ട്രാക്കിലേക്ക് ഉണ്ട്. അപ്പുറത്തെ ട്രാക്കിലേക്ക് ഉണ്ട് കയറും. ഗ്രാമത്തോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ഇതൊക്കെയാണ് ഹൈവേ. മലയക്കയിലേക്ക് പോണ വഴിക്ക് ഒരു ബട്ടർഫ്ലൈ ഫാം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ട് കിടക്കണേ. പിന്നെ ടിക്കറ്റ് കാശ് ഒരാൾക്ക് 33 റിംഗിറ്റാണ്, കുട്ടികൾക്ക് 29 റിംഗിറ്റ്. എന്താണ് സെറ്റപ്പ് നോക്കട്ടെ. മിമോനൊരു സാധനം കൊണ്ടോണ്ടിരിക്കുന്നത്, പാമ്പിന്റെ തോൽ നമ്മൾ സാധനം കാണിക്കുന്നത്. എന്താ സൈസ് നോക്കി സാധനത്തിനെ 15 അടിയാണ്. 15 അടി. ഇത് നമ്മുടെ നാട്ടിലുള്ള കിളികൾ. എന്ത് സാധനോട് കൊള്ളാതെ മാഷാഅല്ലാഹ്. മയില് പോലെ ഉണ്ടല്ലേ അല്ലേ? ആ ഇതാണ് സാധനം. കണ്ടോ? വേറെ സാധനം ഇവിടെ 17 അടി ഹൈറ്റ്. അന്യായ ഹൈറ്റ് കൈ ഒഴിക്കണം. എന്നാ ഇറങ്ങി ഓന്താ
വേറൊരു സാധനം കാണിച്ചേ. നക്ഷത്രാമെന്ന് പറയണ ചക്കര മുട്ട കള്ളിപ്പെണ്ണേ. നടക്കള്ള ചക്കര കുട്ട. Ay, maşallah. ഇതൊരു ഓന്തോർഗത്തിൽപ്പെട്ട വേറൊരു സാധനമാണ്. സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇത്രയും വലിയ ഓന്തൊന്നും കാണാൻ കിട്ടില്ല. ഇത് ഓന്തോർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഈ കിടക്കണത്. 10 വർഷം ജീവിക്കുന്ന പല്ലിയാണ് സാധനം. പച്ച കളർ വരുന്ന പല്ലി വർഗത്തിൽപ്പെട്ട വേറൊരു സാധനമാണ്. ഡ്രാഗൺ വർഗത്തിൽപ്പെട്ട വേറൊരു സാധനമാണ്. ബട്ടർഫ്ലൈൻ്റെ ഓരോ സ്റ്റേജസ് ആണ്. ബട്ടർഫ്ലൈനെ ചിറകിനെ ഡീറ്റെയിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റും. അതാണ് ആദ്യമാണ് നോക്കുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ച് നോക്കാം. ഡീറ്റെയിൽ ചിറകിന്റെ ഡീറ്റെയിൽ കാണുന്നത്. Chorium is then injected into the venation structures of the wings by wing movement and gravity. Once the butterfly's wings are fully extended, it's a reminder of this insect's extraordinary flexibility and resilience. പല ടൈപ്പ് ബട്ടർഫ്ലൈന്റെ ലാഭങ്ങളാണ്. The life cycle of butterflies is an essential part of the ecosystem that maintains the balance of nature and promotes the നമ്മുടെ നാട്ടില് പച്ചക്കുതിര പോലത്തെ സാധനമാണ്. അത് ഇവിടെ ഉണ്ട്. ഇതാണ് ഈ സാധനം. ഈ വടി പോലെ കിടക്കണുണ്ട. വടി പോലെ അങ്ങനെ ഉണ്ടാവും. അതാണ് ആ സാധനം. ഇത് കിടക്കണ ഈ സാധനം മരത്തിന്റെ കൂടെ നിൽക്കുന്നോണ്ട് അറിയൂല. ഇതാണ് ഈ മോളിൽ കിടക്കണ. അതാണ് ഇവൻ. ഈ സാധനം കണ്ട നോക്കിയേ. ഇതൊക്കെ നോക്കിയ കണ്ണാണ് മോള് ഫ്രണ്ടിൽ കാണുന്നത്. കണ്ടാ ഇതൊക്കെ ഇന്ത്യൻ്റെ സാധനങ്ങളെന്ന് പറയുമല്ലേ. പടച്ചോൻ്റെ ഒരു സൃഷ്ടിപ്പ്. വടി പോലെ ഇരിക്കും സാധനം. കണ്ട കോലും വടി പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇത് കണ്ട കറക്റ്റ് വടി പോലെ ഇരിക്കണല്ലേ. എന്താ പാറകഷ്ണം പോലും ഉണ്ടല്ലോ. Nice. Ada mau lumutnya, masya Allah. ഇവിടെ വേറൊരു സാധനമുണ്ട്. ഓപ്പണായിട്ടുള്ള ഇടയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള മയിലും കുഞ്ഞുങ്ങൾ.
തുറന്നു വിട്ടേക്കണത്, പറന്നു പോലും എന്നാണ് എൻ്റെ ഒരു സംശയം. അനമോള് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് നടക്കണല്ലേ. എമ്മ പോണം വാ അതെയാ. നോക്കാം നോക്കാം നോക്കാം. വാലിന് സീസൺ ഉണ്ടോ? കളറ് കണ്ടല്ലോ കുറച്ചവരെ. എന്തൊക്കെ തരത്തിലുള്ള സൃഷ്ടികളാണ് റബ്ബേ. അമ്മ പറഞ്ഞെന്താ ഒന്നിനുള്ള വെറുതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഓ എഗ് എന്താണ് ഇല്ലാത്ത എന്താ നോക്കട്ടെ. എന്താണ്? ഓ മാഷാല്ലാ. കേറുമ്പോ ശ്രദ്ധിക്കണം, ഓരോന്ന് നിലത്ത് കിടപ്പുണ്ട്. പൂമ്പാറ്റകളുടെ ലോഗോ കേട്ടോ. മാഷാല്ലാ. ഇതെങ്ങനെ ചെയ്തെടുക്കാനല്ലേ? ഓക്കെ. ഓ ശീലുണ്ട്. എന്താ രസോടെ. ഓ കയ്യില്, എന്റെ കയ്യില്. ഇവിടെ നടക്കുമ്പോ ശ്രദ്ധിക്കാം, നിലത്ത് പൂമ്പാറ്റകളുണ്ടാവും. തുറന്നിട്ട് പോവില്ല. ഫുള്ള് ഇതിന് ഫുഡ് റെഡിയാക്കി കൊടുത്തേക്കണേ. അപ്പൊ അതാണ് അവിടെ നിന്ന് ഇരിക്കുന്നത്, തേനെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ഫീഡ് ചെയ്യാം. പൂമ്പാറ്റകളുടെ ലോകം ഉണ്ടോ മാഷാ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മളവിടെ ഒന്നുമില്ല. ഇനി ഒരു ഗുഹ പോലത്തെ സംഭവമാണ് പൂമ്പാറ്റകളുടെ ഒരു ഫാം എന്ന് പറയേണ്ടത്. നിങ്ങളുടെ വേറെ വർഗത്തിൽപ്പെട്ട സാധനങ്ങളാണ്. റേഞ്ചല്ല ഇത് വലിയ സാധനങ്ങള്. ഏതാണ് ആദ്യ? എട്ടുകാലി വർഗത്തിൽപ്പെട്ട സാധനം. കണ്ണുണ്ടല്ലോ. ഓക്കെ. അടിപൊളിയാ. ആ എമ്പൂവിന്റെ ഭാഗമാണത്. ഒമ്മൂന്റെ കഴിഞ്ഞപ്പോ ആദ്യം മോക്ക് ഭയങ്കര പേടി. ഒമ്മൂക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പേടി. ഓ അമിതേ ഇവിടെ കൊടുക്കാം, ഫുഡ് കൊടുക്കാം. ബട്ടർഫ്ലൈന്റെ ഓരോ സ്റ്റേജ് വൈസ് ആണ് തോന്നുന്നു. നോക്കാം നമുക്ക് എന്താ സംഭവം എന്നുള്ളത്. ഇങ്ങനെ കയറേണ്ടത് അനമുള് കയറിപ്പോണ്ട്. ബട്ടർഫ്ലൈ ലോകത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ. കഴിഞ്ഞ് ഇറങ്ങണേണ്. പെട്ടെന്ന് ഇറങ്ങണം. മലാക്കയിലേക്ക് പോണ വഴിക്കാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ കരുണൻ പറഞ്ഞ് ഇവിടെ ഒരു സ്ഥലമുണ്ട് കയറിക്കോന്ന് പറഞ്ഞു. അതെയാ.
നക്ഷത്രാമയാണ്. ചിലര് ഭാഗ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് വളർത്തും. പക്ഷെ ഭാഗ്യം നേരത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഭാഗ്യമൊക്കെ വിധിച്ചേക്കണത്. ഓക്കേ, വഴി തെറ്റിയിടാ. ഇങ്ങനെയല്ല മോളെ പോകേണ്ടത്. കണ്ടാ തോന്നും, പക്ഷെ ഇതാണ് റൂട്ട്. കൊടുത്തു ആദ്യം കൊടുക്ക്, നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ആ കണ്ട് നിങ്ങൾക്ക് ഇതാണ് നേരമുള്ളൂ. ആഹാ, എവിടെ കൊള്ളാല. ഇതാദ്യല്ല സെറ്റപ്പ് ഒന്നും ഉണ്ടോ അമ്മ? ഡേഞ്ചർ സാധനം ചിലപ്പോൾ ഉണ്ടാവുന്നത്. ആമയുണ്ട്, ആമ ബ്രീഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. കടലാമയുണ്ട്. കിടക്കണം സാധനം. കിടക്കണം. വെള്ളത്തിൽ പോണ സാധനമാണ്. നല്ല വലിപ്പമുണ്ട് സാധനം. മേളില് പിക്ക് സ്നേക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാധനത്തിനെ കാണുന്നില്ല. വേറൊരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാധനം ഇവിടെ കിടപ്പുണ്ട്. സാധനം അടുത്ത കിടപ്പുണ്ട്. തല കാണാം. രണ്ട് പാമ്പുണ്ട് ഇവിടെ. രണ്ട് പാമ്പുണ്ട് കേട്ടോ മാപ്പേ. അത് വൈറ്റ് ലിപ്സ്റ്റിക്. അത് പച്ചിലപ്പാമ്പ് എന്ന് പറയുന്നത്. അതെ, പച്ചിലപ്പാമ്പാണ്. മലയാളത്തിൽ പച്ചിലപ്പാമ്പ് എന്ന് പറയും. കൈ ഭയങ്കര ലാർജസ്റ്റ്, നീളം കൂടുതലായി സാധനം. എന്ന് പറഞ്ഞാൽ ചുരുണ്ട കിടക്കണ്ട. ആ കിടന്നിന്റെ വാലാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് വാല്. ഇതാദ്യമേ ഇത് മേത്തൊക്കെ ഇടും ആൾക്കാര്. തമാശ പറഞ്ഞല്ല. പല കളറുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെ കളറുള്ള മാഷല്ല. ഒരു സൃഷ്ടിപ്പ് തന്നെ പല ടൈപ്പില്. റബ്ബിനല്ലാണ്ട് വേറെ ആർക്കാനും പറ്റും. എന്തൊക്കെ കളറില് ഏതൊക്കെ തരത്തില് വേണമെന്ന് ചോദിക്കില്ല. അതേപോലെ സുബ്ഹാനല്ലാഹ്. വൈറ്റ്, വേറൊരു ബ്രൗണ്, ബ്ലാക്ക്, ഡാർക്ക്. വേറൊരു സാധനം. എന്താ പോലെ ഫീല് ഇതിലുണ്ട്. ഇത് അവിടെ ഉണ്ട്. എന്താ കളർ നോക്ക്. ഇതിനാണ് ഈ കാണണ്ട. പച്ചിലപ്പാമ്പെന്ന് നമ്മുടെ നാട്ടിൽ പറയും. എന്താണ് കൊറേ തടയുന്നുണ്ട്. വന്ന് രാജാവ് വന്ന് കിങ് ഓഫ് കോബ്ര. എണ്ണ കൂടി കിടക്കണേ.
ആരും ശല്യപ്പെടുത്തരുത്. എന്താണല്ലേ ഒടിഞ്ഞു നുറുങ്ങി കിടക്കണല്ലേ. എന്തൊക്കെ തരം അവസ്ഥകളാണ്. ഓരോരുത്തർക്കും ഓരോരോ സെറ്റിപ്പിന് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ശാരീരിക പ്രകൃതി കൊടുത്തിരുന്നത്. ഓരോ സ്റ്റേജാണ്. അമ്മമാരൊക്കെ കയറിപ്പോയി. ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നേ. അന്നത്തെ വളരെ കളർ നോക്കി. ഓ ചിന്നമോ ചിന്നമ്മളാണ്. അത് വേറൊരു ലോകമുണ്ട്. മാഷാ അല്ലാഹ്. സെറ്റപ്പ് ഓക്കെ. പല ടൈപ്പിലാണ്. ഓ ഇവിടെ വരാൻ തന്നെ പേടിയാണ്ട്. ശേഷി കിട്ടി നല്ല കൂളിംഗ് ഒക്കെ വെച്ചേക്കണേ. എട്ടുകാലി പല ടൈപ്പ് എട്ടുകാലികൾ. ഓ വേറൊരു ലോകമുണ്ട്. മലേഷ്യ വരുന്ന ആൾക്കാർ ഇവിടെ കയറണോണ്ടാണ്. മലയ്ക്കല് പോണ വഴിക്കാണ് ഈ സ്ഥലമുള്ളത്. ബട്ടർഫ്ലൈ മ്യൂസിയം എന്ന് അറിയപ്പെടുന്നത്. എന്തൊക്കെ സാധനങ്ങൾ കാട്ടിലുണ്ടാകുന്ന സാധനം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാവില്ല. പക്ഷേ എന്ത് സാധനമാണ് വേട്ടവളിയെന്നാ? കിടക്കട്ടെ അല്ലേ. തേരിലേക്ക് വന്ന് ഓ ഫോട്ടോ അമ്മച്ചി പണി കണ്ട. ഇതാണ് അനുവിന്റെ പണി. ആ കണ്ടു വന്നിട്ട് പെട്ടെന്ന് ഇത് മാമിനെ പേടിപ്പിക്കും. യാസ്രാമിനെ പേടിപ്പിക്കും. അടിപൊളി സെറ്റപ്പാണ്ടാ. എങ്ങനെയുണ്ടായി? അടിപൊളി. എന്താ പറയാണ്ട് പേരിപ്പോ എന്ത് വിചാരിച്ചു? മാഷാള്ള കുറെ ഉണ്ട്. കാണുന്ന പോലെ അല്ല കേട്ടോ. സൂപ്പർ സംഭവം. കേരളതാണ്. നമ്മുടെ കരുണാനം പറഞ്ഞു ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഫാം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കയറിക്കൂന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് അത് കയറി. ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പക്ഷെ മാഷാള്ള അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ല. അതെയാ ഞാൻ ആദ്യം അനേൻ്റെ മുമ്പ്. അനു വേർ ഇസ് മൈ അനുമോൻ?